ഹായ് ഓൾ, നമ്മളെന്നൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് എന്തൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്തും അത് കുറച്ച് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊക്കാസിനേഷൻ കൊണ്ട് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റുള്ള ഒരുപാട് ടെക്നിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാലിനാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ലോകമെമ്പാടും 16 ലക്ഷത്തോളം കോപ്പീസ് വിറ്റഴിച്ചിട്ടുള്ള ഈറ്റ് ദാറ്റ് ഫ്രോഗ് അല്ലെങ്കിൽ ആ തവളയെ തിന്നാനുള്ള പുസ്തകമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രയാൻ ട്രേസി എന്നുള്ള ഓഥറാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ തന്നെയാണ് ഇതിൻ്റെ പേര്, ആ തവളയെ തിന്നുന്നത്. ഓക്കെ, ഇതിൽ ഈ തവള അല്ലെങ്കിൽ ഫ്രോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലികളാണ് ഇതിൽ ഈ തവള എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഉപമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ കംപ്ലീറ്റ് സംസാരിക്കുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് നീട്ടി വെക്കുന്ന സ്വഭാവം കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കാം, ചെറിയ സമയം കൊണ്ട് വലിയ വലിയ ജോലികൾ എങ്ങനെ തീർക്കാം, ഇതിനൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്കുകളും ടിപ്പുകളും യൂസ് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു ആ തവളയിൽ നിന്ന് അല്ലെങ്കിൽ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ എല്ലാ കണ്ടൻസും കൊടുത്തിട്ടുള്ളത്. അതായത് കുറേ വാരി വലിച്ച് എഴുതാണ്ട് ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടാണ് ഈ ഒരു പുസ്തകം കൊണ്ടുവന്നത്. ഫോർ എക്സാമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ഇതിലിപ്പോൾ റൂൾ ഉണ്ട് 20-80 റൂൾ എന്ന് പറഞ്ഞിട്ട്, ആ റൂള് അവർ ഹെഡിങ് കൊടുത്തിട്ട് അതിനെ കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ അതിന് ഏറ്റവും അവസാനം വരെ എന്താണെന്ന് വെച്ചാൽ ആ കണ്ടന്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്തിട്ട് വേറൊരു പേജിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മളെ ലൈഫിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ഓരോ സാധനങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇതിൻ്റെ ചെറിയ ചെറിയ ടെക്നിക്കുകളുടെ ഷോർട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കുറേ വീഡിയോസ് നമ്മൾ വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേജസ് ഉള്ളൂ. അതായത് നമ്മൾ ചില ആൾക്കാർക്കുണ്ട്, ഈ പുസ്തകം വായിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് കുറേ പേജസ് ആകുമ്പോൾ വായിക്കാൻ മടിയുണ്ടാവും. ഇതങ്ങനെ ഒന്നുമല്ല, നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മളെ മടുപ്പിക്കാത്ത രീതിയിൽ കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്ന ഒരു ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വായിച്ചു, ഓൾമോസ്റ്റ് ഒരു 110-115 പേജസ് ഇതിൽ മൊത്തം വരുന്നുള്ളൂ. ആ ഒരു ആമുഖം അടക്കം കംപ്ലീറ്റ് ഇൻഡെക്സ് അടക്കം നമുക്ക് 115 പേജ് മാക്സിമം വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞത്. ഈ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങൾ ആ ശീലത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. അത് നീട്ടി വെക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും വാങ്ങി വായിച്ചു നോക്കുക. ഇനി ജസ്റ്റ് 175 രൂപ ഇതിന് ആകെ വരുന്നുള്ളൂ. ചിലപ്പോൾ ഈ ഒരു 175 രൂപ ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാത്തവരെ ബൈ.